അവിടെ എന്ന് പറയുമ്പോൾ സങ്കല്പവും നിഗമനവുമാണ്. കാരണം മരിച്ചു പോയിട്ടുള്ള സ്വർഗം നരകമാണല്ലോ. അപ്പോൾ മരിച്ചു പോയിട്ടേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ എന്താ കാരണം എന്നറിയാം അലി? കാരണം എന്താ പറയുക, ഈ മുസ്ലിമുകളെ റസൂലുള്ളാഹി തന്നെ ഹിക്മത്തിലൂടെയാണ് അവർ ദീനിനെ നിലനിർത്തിയതും വളർത്തിയതും നിലനിർത്തും ഹിക്മത്തിലൂടെയാണ്. എന്താ ഹിക്മത്ത്? തന്ത്രം. ഈ തോന്നിയാസം പ്രവർത്തിക്കുന്ന ഉമ്മയും പെങ്ങളും സ്വന്തം ബന്ധമില്ല സുന്ദരിനെ തട്ടിയെടുത്ത് അപഹരിച്ച് ഉപയോഗിച്ച് അവരുടെ പണം തട്ടിയെടുത്ത് അവർ മറ്റുള്ളവരെല്ലാവരും ഉപദ്രവിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിച്ച് മുന്നോട്ട് പോകുന്ന ജനത, അവരോട് അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ സാഹോദര്യം ദൈവികത്വം പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള മുഹമ്മദ് ഇവന്മാരൊന്നും പറഞ്ഞ അനുസരിക്കാത്തത് കൊണ്ട് അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ മരിച്ചു പോയാൽ അവിടെ നരകത്തിലിടും, നല്ലത് ചെയ്താൽ അവിടെ സ്വർഗത്തിലിടും. നിങ്ങൾ ഇവിടുന്ന് കള്ള് കുടിക്കണ്ട, അവിടെ കള്ളിൻ്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് എന്തിനാ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട്? ഒന്ന് ക്ഷമിച്ച് അടങ്ങി നിന്നാൽ മതി. മരിച്ചു പോയാൽ നമുക്ക് അവിടുന്ന് പുഴ തന്നെ ഇഷ്ടം പോലെ കുടിക്കാം. അതുപോലെ ഭക്ഷ്യവസ്തുക്കളും മുന്തിരിയും, സ്വർഗത്തിൽ മുന്തിരിയും ആപ്പിളും എല്ലാം ദൈവികമായ ഫ്രൂട്ട്സുകൾ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവും. പിന്നെ അവിടെ ഹൂർലിനുണ്ടാവും. നിങ്ങൾ ഇവിടുന്ന് വ്യഭിചരിക്കല്ല, മറ്റുള്ളവനെ പോയി ബുദ്ധിമുട്ടിപ്പിക്കല്ല, മറ്റുള്ളവരെ സഹോദരിമാരും മക്കളെയും നിങ്ങൾ വ്യഭിചരിക്കല്ല, അപകടപ്പെടുത്തല്ല. അവിടെ ചെന്നാൽ ലോകത്ത് ആരും തൊടാത്ത ലോകസുന്ദരികളായ കന്യകമാരായ ഹൂർലിങ്ങളുണ്ട് മരിച്ചുപോയാൽ. അങ്ങനെ ആ സ്വർഗത്തിൽ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, എന്നെ ജിബ്രീൽ സ്വർഗത്തിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒരു വലിയ മാളിക കണ്ടു, മന്ദിരം കണ്ടു. ഞാൻ അതിലേക്ക് ജിബ്രീൽ കാണിച്ചു. ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോൾ ജിബ്രീൽ തടഞ്ഞു. അത് നിങ്ങൾക്കുള്ളല്ലോ, ഉമറിനുള്ളതാണ്. ഉമർ ഖത്താബിനുള്ള ആ ബംഗ്ലാവിലേക്ക് കാണിച്ചു കൊടുത്ത് മുഹമ്മദ് കടക്കാൻ നോക്കിയപ്പോൾ തടഞ്ഞ്, അത് നിങ്ങൾക്കുള്ളല്ലോ. അപ്പൊ മുഹമ്മദിനില്ല, ബംഗ്ലാവും ഇല്ല, ഇതുമില്ല, ഉമറിനാണ്. എന്താണ് ഈ തന്ത്രം? ആ ഉമറിനെ ശക്തമായി നിലനിർത്തി ഇങ്ങനെ ഒരു ബംഗ്ലാവും സുഖവും 6 പുഴ ഒഴുകുന്ന ലഹരിയും ഹൂർലിങ്ങളും ബംഗാവും എല്ലാം ആർഭാട്ടമായ സ്വർഗീയ തൊപ്പ് എനിക്ക് വേണ്ടി അവിടെ പണ്ട് റെഡിയായി വച്ചിരിക്കുന്നു. അതിനെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിനെ ശക്തമായി നിലനിർത്താൻ വേണ്ടിയിട്ട് തീവ്രമായ ശക്തമായ പ്രവർത്തനം ഇവിടെ നടത്തണം. ആ തന്ത്രം ആ ഉമറിനെ കൊണ്ട് അത് പറഞ്ഞ് ഉമറിനെ ശക്തമാക്കി നിലനിർത്താൻ മറ്റുള്ള എല്ലാ സഹാബക്കളും ശിഷ്യന്മാരെയും ശക്തിപ്പെടുത്തി നിലനിർത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഇതെല്ലാം പ്രയോഗിച്ചു പോകുന്നത്. മുഹമ്മദിനില്ല, അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നതിലേക്ക്. അവിടുത്തെ കള്ളിന് കള്ളിന് മസ്താവില്ലല്ലോ, ലഹരി ഇല്ലാത്ത ആ കള്ള് വേണ്ട. ഇവിടെ കള്ള് കുടിക്കുന്ന ലഹരിക്ക് വേണ്ടിയാ, ആനന്ദം കിട്ടാനാ, സച്ചിദാനന്ദം ഉണ്ടാവാനോ. അതില്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്കും ഇല്ല. ലഹരി ഇല്ലാത്ത കള്ള് കുടിക്കാൻ നമ്മളെന്തിനാ അങ്ങോട്ട് പോകണം? നമ്മളിവിടെ തോന്നിയാസം കളിച്ചു ചേർന്നോളാം. അപ്പോ ഇതെല്ലാം പൊട്ടന്മാര് പറയുന്നത് ഇവിടെ പറയണ്ട. ഇവിടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, തന്ത്രമാണ് ഉപയോഗിച്ചത്. ജനങ്ങളെ ആ റസൂലുള്ളാഹി പറഞ്ഞത് ശരിയാണെന്നുള്ള ഉറപ്പിച്ചു നിർത്താൻ. റസൂലുള്ളാഹിയും സഹാബക്കളും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഖബർ കണ്ട് റസൂലുള്ളാഹി അവിടെ നിന്നു. റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ് ആ ഖബറിലെ അവസ്ഥ? ഒന്നരക്കത്തേക്ക് എരിപുരികൊള്ളാണ്, മലക്കളിട്ടിട്ട് അവനെ അടിച്ച് പണിയാക്കാണ്. എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ സഹാബക്കളും, ഓൾക്ക് കാണാൻ കഴിയില്ലല്ലോ, റസൂലുള്ളാഹിക്കല്ല കാണാൻ. സഹാബക്കളും സഹാബക്കളും വിഷമായി ബേജാറ്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാണ്, ആ മയ്യത്തിനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണം, അയാളെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പ്രാർത്ഥിക്കാം. അപ്പം ആരാണ് ഇത് വിശ്വസിക്കുന്നത്? അപ്പം കൂടെയുള്ള ഈ സഹാബക്കൾ ശിഷ്യന്മാർ അവർക്ക് കാണാൻ കഴിയില്ലല്ലോ, റസൂലുള്ളാഹിക്കല്ലേ കാണാൻ കഴിയുള്ളൂ.
അവരെ വിശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് റസൂലുള്ള ഉപയോഗിച്ച് ഈ മനുഷ്യരെല്ലാം ഉറപ്പിച്ചു നിർത്തിയത്. നാളെ മരിച്ചു പോയാൽ അതാ ആ കബറിൽ അനുഭവിക്കുന്നത്. അതെ, ആ ക്രൂരമായ ജനതയെ സംസ്കരിക്കുന്ന ആ പ്രവർത്തനമാണ്, പ്രക്രിയയാണ്. ഹിക്മത്ത് കൊണ്ടാണ് ദീനെ വളർത്തിയതും നിലനിർത്തിയതെന്ന് പറഞ്ഞു. അതാണ് ഈ ശരീഅത്ത് നിയമങ്ങൾ. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ പറയും, നിങ്ങൾ ചിന്തിക്കരുത്, ചിന്തിച്ച വഴിതെറ്റിപ്പോകും. നിങ്ങൾ യഥാർത്ഥത്തെ അറിഞ്ഞു പോകും. ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. പിന്നെ നിങ്ങളെ നമസ്കാരം, നോമ്പും ഇത് ഒന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ പറഞ്ഞ അനുസരിച്ച് വിശ്വസിച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇതാണ് ശരീഅത്ത്. പക്ഷേ ആ ശരീഅത്തിൽ നിന്ന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ചിന്തിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും, ദൃഷ്ടാന്തമുണ്ട്, കണ്ടെത്താൻ കഴിയും. കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഈ പണ്ഡിതന്മാർ നമ്മളെ പറഞ്ഞു ഉറപ്പിച്ചു നിർത്തിയ സങ്കല്പം, നിഗമനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തകിട് പൊടിയോ ഉൾപ്പൊളിയോ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. നിങ്ങളെന്ന പ്രപഞ്ചമെന്ന, നിങ്ങൾ പറഞ്ഞ പ്രപഞ്ചമെന്ന അർദ്ധനാരീശ്വരനായ ശിവനെന്ന, അല്ലെങ്കിൽ ലാ ഇലാഹ എന്ന, അല്ലെങ്കിൽ പ്രപഞ്ചമെന്ന ആ ദൈവത്തിൻ്റെ ആദ്യ സ്വരൂപമാണ് ശിവനും ലാ ഇലാഹു എന്ന് പറഞ്ഞു. ഇത് അർദ്ധനാരിയായ മാതാവ്, നാരി എന്ന് പറഞ്ഞാൽ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ നാരിയാം ഗർഭമായ ഭൂമിയും, ആ ഭൂമി മാതാവ് ജന്മം നൽകിയ സസ്യ പക്ഷി ജന്തുമൃഗാദികളും മനുഷ്യനും, മണ്ണിൽ നിന്ന് ജന്മം നൽകിയ പക്ഷി ജന്തുമൃഗാദികളും മനുഷ്യനും, ജീവജലവും മാതാവിനും സന്താന പരമ്പരക്കും ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ഒരു പിതാവുമുണ്ട്. ഈ ഭൂമി മാതാവിനും സന്താന പരമ്പരകൾക്കും എല്ലാം നൽകി സംരക്ഷിച്ച് പോരുന്ന പിതാവുണ്ട്. ആ പിതാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഷെയ്ഖന്മാരും മഠാധിപന്മാരും എന്തു പറയും? ഈ മാതാവും പിതാവും ചേർന്ന ഒന്നിനെയാണ് അർദ്ധനാരീശ്വരനായ ശിവൻ എന്ന് പറയുന്നത്. അതിനാണ് അറബിയിൽ അഷ്ഹദു അൻ ലാ ഇലാഹ എന്ന് പറഞ്ഞത്. അതിനെയാണ് ശാസ്ത്രം പ്രപഞ്ചം എന്ന് പറയുന്നത്. ഭൂമി മാതാവും ഈ ഭൂമി മാതാവിനും സന്താന പരമ്പരക്കും വെള്ളം, ഭക്ഷണം, ഊർജം ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ചു പോയിരുന്നു. ആ പ്രകാശവും ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹു, ആ ജ്യോതി, ജഗത് ജ്യോതി, ജഗതിൻ്റെ ജ്യോതി, ആ നൂറുള്ള, അതാണ് ബുദ്ധനും പറഞ്ഞത്, നിങ്ങളൊരു പ്രകാശത്തെ കണ്ടെത്തുക എന്ന്. ബുദ്ധനും പ്രകാശത്തെ കാണിച്ചു കൊടുക്കുന്നില്ല, ഈ ശേഖന്മാരെ കൂട്ടില്ലാന്നുണ്ട്. സംശയിക്കേണ്ടി വരും തന്നെ തന്നെ. അതെ, ബുദ്ധൻ കണ്ടിട്ടില്ല, കൈ കൊടുക്കണം. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ പ്രകാശത്തെ കണ്ടെത്തുക എന്ന്. അല്ല, നിങ്ങൾ പ്രകാശത്തെ നിങ്ങൾ ശേഖന്മാരൊക്കെ പറയും പോലെ ആ നൂറുണ്ട്, പ്രകാശമുണ്ട്, അതിനെ കണ്ടെത്തണം. അവനാണ് അള്ളാഹു കാണിച്ച, അവനെ അള്ളാഹു ഉദ്ദേശിച്ചവനെ അവൻ ദർശനം നൽകുന്നത്. അവരല്ലാഹു അല്ല. ഈ ഗുരുക്കന്മാരും ഇവരൊന്നും അള്ളാഹു ആണെങ്കിൽ കാണിച്ചു കൊടുക്കണ്ടേ? ഞാൻ അള്ളാഹു ആണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ കാണിച്ചു തരാം, ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകും, ഞാൻ ഈശ്വരനായ ഞാൻ. ആരെങ്ങനെ പറയാ? ഞാൻ അത് കണ്ടും മറിഞ്ഞും അനുഭവിച്ചും ദൃഢമായിരിക്കുന്നതുകൊണ്ട്, ഞാൻ അതായിരിക്കുന്നുണ്ട്, ഞാൻ ആ ശിവനായിരിക്കുന്ന അർദ്ധനരീശ്വരന ശിവനായിരിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ പ്രപഞ്ചമായിരിക്കുന്നത് കൊണ്ട്, ഞാൻ ലാ ഇലാഹ ആയിരിക്കുന്നത് കൊണ്ടാണ്, ആ ദൃഢതയാണ്, ആ യഥാർത്ഥത്തെയാണ് ഞാൻ കണ്ടും മറിഞ്ഞും പറഞ്ഞും ദൃഢമായി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചും മറിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. അല്ലാത്തവന് പറ്റില്ല.